വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കോഴിമുട്ട പുഴുങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്നാക്കൊക്കെ റെഡിയാക്കാൻ ഒരുപാട് ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെടപെടയെന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഴിമുട്ടയൊക്കെ പെട്ടെന്ന് പുഴുങ്ങിയെടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. 3 കോഴിമുട്ട ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ട് ആ കുക്കറിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കോഴിമുട്ടൻ്റെ ഒരു 1/4 ഭാഗത്തോളം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കോഴിമുട്ട മുങ്ങുന്ന അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. മാക്സിമം കോഴിമുട്ടൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ടത് നന്നായിട്ട് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ മുകളിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഒരു 2 വിസിൽ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോഴിമുട്ട പുഴുങ്ങിയെടുക്കുക എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് എയർ ഫുള്ളായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണമെന്നൊന്നുമില്ല. 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് തൊലി കളഞ്ഞ് ഇത് നിങ്ങൾക്ക് സ്നാക്കിന് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ നിങ്ങൾ ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് എയർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ കുക്കറിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു വിസിൽ വന്നിട്ട് നിങ്ങൾ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എയറിൻ്റെ ആ കുക്കറിൽ കിടന്നിട്ട് ആ എയറിൽ തന്നെ നിന്നിട്ട് ആ കോഴിമുട്ട വേവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 വിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്തിട്ട് കോഴിമുട്ട തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് അവിടെ കോഴിമുട്ട തൊലി കളഞ്ഞെടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒട്ടും ക്രാക്ക് വരുമോ പൊട്ടിപ്പോവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.